വാർത്തകൾ വിശദമായി. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. റിപ്പബ്ലിക് ദിനം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വിദ്യാനഗറിലെ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ജനതയുടെ അതിജീവനത്തിന്റെയും തുല്യനീതിയുടെയും പ്രകടന പത്രികയാണെന്ന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ കാണുന്ന വൈവിധ്യം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത പ്രതീകമാണ്. ഇത് സംരക്ഷിക്കുവാൻ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കരുത്ത് പകരേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോകമാകെ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും എത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ലാത്ത രീതിയിൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. കുട്ടികളും സ്ത്രീകളും വയോധികരുമടക്കം നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അഭയാർത്ഥികളായി കോടിക്കണക്കിന് മനുഷ്യരാണ് സ്വയം ആ നാടുകളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയായ കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയാണ്. ഈ ജില്ലയിൽ കാണുന്ന ഈ വൈവിധ്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ പ്രതീകം. ഇത് സംരക്ഷിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലക്കും ശക്തമായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വികസന കുതിപ്പിന്റെ ഭാഗമായി മാറാൻ കാസർഗോഡ് ജില്ലക്കും കഴിയുന്നുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. നിരവധി പുതിയ പദ്ധതികളിലൂടെ ഈ ജില്ല നേരിടുന്ന പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണാൻ എന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി, ജില്ലാ കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM P. അഖിൽ എന്നിവർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഫസ്റ്റ് കമാൻഡന്റായി ശിവം IPS, സെക്കൻഡ് ഇൻ കമാൻഡറായി കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ M. സദാശിവൻ എന്നിവർ പരേഡ് നിയന്ത്രിച്ചു. ജില്ലാ ആംഡ് റിസർവ് പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, കാസർഗോഡ് കമ്മ്യൂണിറ്റി പോലീസ്, NCC, ബാൻഡ് പാർട്ടി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നീ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കാസർഗോഡ്. ശ്രീ അനൂപ് എസ്, സബ് ഇൻസ്പെക്ടർ പോലീസ്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്. ശ്രീമതി ശരണ്യ MP, സബ് ഇൻസ്പെക്ടർ പോലീസ്, വുമൻസ് ആൻഡ് കാസർഗോഡ് നയിക്കുന്ന
ആദർശ് ജി എക്സൈസ് ഇൻസ്പെക്ടർ കാസർഗോഡ് നയിക്കുന്ന എക്സൈസ് ഡിവിഷൻ കാസർഗോഡ്. ബിജു കെ വി കമ്മ്യൂണിറ്റി പോലീസ് സ്റ്റുഡന്റ് പോലീസ് നയിക്കുന്ന കമ്മ്യൂണിറ്റി പോലീസ് കാസർഗോഡ്. അണ്ടർ ഓഫീസർ അഭിനവ് എം കെ നയിക്കുന്ന സീനിയർ ഡിവിഷൻ NCC ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. സീനിയർ അണ്ടർ ഓഫീസർ ദർശന കെ നയിക്കുന്ന സീനിയർ ഡിവിഷൻ NCC നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്. സാർജന്റ് മുഹമ്മദ് ഷിസാൻ സിംഗ് നയിക്കുന്ന ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ ഉള്ളിത്തലക്ക ബാൻഡ് പാർട്ടി. നയിക്കുന്ന ജൂനിയർ ഡിവിഷൻ NCC ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. സാർജന്റ് നിരഞ്ജൻ പ്ലാറ്റൂണുകൾക്കുള്ള പുരസ്കാരം മന്ത്രി AK ശശീന്ദ്രൻ നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ NA നെല്ലിക്കുന്ന്, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, വൈസ് പ്രസിഡന്റ് KK സോയ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ചെർക്കള, വൈസ് പ്രസിഡന്റ് ഉഷ അർജുൻ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ, മറ്റ് ജനപ്രതിനിധികൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പരേഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.